അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. മഹീഖുൽ ഖുർആനിന്റെ 5-ാമത്തെ സെഷനിലെ 21-ാമത്തെ ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിലെ 113-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫലഖാണ് നാം പഠിക്കുന്നത്. 5 വചനങ്ങളുള്ള ഈ അധ്യായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് മക്കയിൽ വെച്ചാണ് അവതീർണമായത്. മക്കിയായ അധ്യായമാണ്. ഈ സൂറത്തിനും അതേപോലെ തന്നെ ശേഷം വരുന്ന അവസാനത്തെ അധ്യായമായ സൂറത്തുൻ നാസിനും ഇത് രണ്ടും ചേർത്ത് രക്ഷ നൽകുന്നത് അല്ലെങ്കിൽ ശരണം നൽകുന്നത് എന്ന അർത്ഥത്തിൽ അൽ മുഅവ്വിദതാൻ എന്ന് പേര് വിളിക്കപ്പെടുന്നതായി കാണാം. വിവിധ തരത്തിൽ ഉണ്ടായേക്കുവാൻ സാധ്യതയുള്ള കെടുതികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ശരണം പ്രാപിക്കുകയും റബ്ബിനോട് രക്ഷ തേടുകയും ചെയ്യുവാൻ പഠിപ്പിക്കുകയാണ് ഈ 2 അധ്യായങ്ങളിലും ഉള്ളത്. 2 സൂറത്തുകളുടെയും പ്രാധാന്യം കുറിക്കുന്ന പല ഹദീസുകളും പല റിവായത്തുകളും ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതായി കാണുവാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായ 3-4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അതിലേറ്റവും സുപ്രധാനമായി കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, അന്നഹ മഅ സൂറത്തുൽ ഇഖ്ലാസ് വ സൂറത്തുൻ നാസ് മിൻ അഅ്ളമി സൂവരിൽ ഖുർആനിൽ കരീം വലം യൻസിൽ മിസ്ലുഹുന്ന ഫിൽ കുതുബിസ് സാബിഖ. അഥവാ വിശുദ്ധ ഖുർആനിലെ ഈ 3 അധ്യായങ്ങൾ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഈ 3 അധ്യായങ്ങളും വിശുദ്ധ ഖുർആനിലെ തന്നെ ഏറ്റവും മഹത്വപൂരിതമായ അധ്യായമാണ്. അതിന് സമാനമായ മറ്റൊരു അധ്യായം അത് വിശുദ്ധ ഖുർആനിലോ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ പോലുമോ ഒന്നും തന്നെ കാണുവാൻ സാധിക്കുകയില്ല എന്നതാണ്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലഖീതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഞാൻ ഒരിക്കൽ കണ്ടുമുട്ടുകയുണ്ടായി. ഫഖാല ലി, ആ സന്ദർഭത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, യാ ഉഖബത്ത് ബിൻ ആമിർ, അലയോ ഉഖബ, അലാ ഉഅല്ലിമുക സുവറൻ മാ ഉൻസിലത് ഫിത് തൗറാത്തി വലാ ഫിസ് സബൂർ വലാ ഫിൽ ഇൻജീൽ വലാ ഫിൽ ഫുർഖാൻ മിസ്ലഹുന്ന. അഥവാ വിശുദ്ധ ഖുർആനിലോ ഇൻജീലിലോ സബൂറിലോ തൗറാത്തിലോ ഒന്നും തന്നെ അവതരിപ്പിക്കപ്പെടാത്ത ഏറ്റവും മൂല്യവത്തായ ചില അധ്യായങ്ങൾ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ? ലാ യഅതീന അലൈക ലൈലത്തുൻ ഇല്ലാ ഖറഅതഹുന്ന ഫീഹാ. അഥവാ നിന്റെ ജീവിതത്തിൽ ഈ അധ്യായം പാരായണം ചെയ്യാത്തതായ ഒരു രാത്രി പോലും ഇല്ലാതിരിക്കുവാൻ നീ ശ്രദ്ധിക്കുക. അഥവാ എല്ലാ രാത്രിയിലും നീ ഈ അധ്യായങ്ങൾ പാരായണം ചെയ്യണം എന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സൂറത്തുകൾ ഓതിക്കൊടുക്കുന്നതായി കാണാം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന അധ്യായവും അതേപോലെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നൊക്കെ തുടങ്ങുന്ന ഈ 3 അധ്യായങ്ങളാണ് സൂറത്തുൽ ഇഖ്ലാസും ഫലഖും നാസും ആകുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു ശേഷം പറയുന്നുണ്ട്, ഫമാ അതത് അലയ്യ ലൈലത്തുൻ ഇല്ലാ ഖറഅതുഹുന്ന ഫീഹാ. അഥവാ അതിനുശേഷം ഒരു രാത്രി പോലും ഈ അധ്യായങ്ങൾ പാരായണം ചെയ്യാത്തതായി കൊണ്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. വഹുഖലി അല്ലാ അദഅഹുന്ന വഖദ് അമറനി ബിഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇതെന്നോട് പറഞ്ഞ ശേഷം ഇത് എന്റെ ഒരു ബാധ്യതയായിക്കൊണ്ട് ഞാൻ അത് കൊണ്ടു നടക്കുകയും അതെന്റെ ജീവിതത്തിൽ തുടർച്ചയായി ഞാൻ വിട്ടൊഴിവാക്കാതെ മുറുകെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ഈ ആശയത്തിന് സമാനമായ മറ്റു വേറെയും ധാരാളക്കണക്കിന് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ ഫലഖും നാസും വളരെയേറെ മഹത്വപൂരിതമായ അധ്യായമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കാവൽ തേട്ടങ്ങൾ ഈ അധ്യായങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമാണ്. രണ്ടാമതായി കൊണ്ട് അന്നഹ മിൻ അഫ്ദലി മാ യതഅവ്വദു ബിഹി മിനശ് ശുറൂരി വൽ ആഫാത്ത്. അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ടതായ തിന്മകൾ അല്ലെങ്കിൽ ഷർറുകൾ അവന്റെ ജീവിതത്തിൽ നിന്നും അത് സംഭവിക്കാതിരിക്കുവാൻ അവൻ കാവൽ തേട്ടം നടത്തേണ്ടതുണ്ട്. അത് ഈ അധ്യായത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നതായി കാണാം. അദ്ദേഹം പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു മിനൽ ജാന്നി വഅൈനിൽ ഇൻസാൻ. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ജിന്നുകളിൽ നിന്നും അതേപോലെ തന്നെ കണ്ണേറുകളിൽ നിന്നുമൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിആദത്ത് തേടാറുണ്ടായിരുന്നു, കാവൽ തേട്ടം നടത്താറുണ്ടായിരുന്നു എന്നാണ്. ഹത്താ നസലത് അൽ മുഅവ്വിദതാൻ. അങ്ങനെ ഈ അധ്യായം ഇറങ്ങുന്നത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ കാവൽ തേട്ടം നടത്താറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഈ അധ്യായം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഫലമ്മാ നസലത അഖദ ബിഹിമാ, പ്രവാചകൻ അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. വതറക മാ സിവാഹുമാ, മറ്റുള്ള പ്രാർത്ഥനകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് നടത്തിയിരുന്നില്ല. മറിച്ച് ഈ 2 അധ്യായങ്ങൾ അത് പാരായണം ചെയ്യുകയായിരുന്നു. അതിന്റെ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
തങ്ങൾ ചെയ്തിരുന്നത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കൊണ്ടും കാണാം, അലാ ഉഖ്ബിറുക ബിഅഫ്ളല മാ യതഅവ്വദു ബിഹിൽ മുതഅവ്വിദൂൻ, അഥവാ കാവൽ തേട്ടം നടത്തുവാൻ ഉതകുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ എന്നൊരു സഹാബിയോട് ചോദിക്കുന്നുണ്ട്. സഹാബത്ത് പറയുന്നുണ്ട്, ബല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ പഠിപ്പിച്ചു തന്നാലും എന്ന് പറഞ്ഞ വേളയിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ഫലക്കും നാസും ഓതി കൊടുക്കുന്നതായി കാണുവാൻ സാധിക്കും. അഥവാ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന എല്ലാവിധ കാവൽ തേട്ടങ്ങളിൽ നിന്നും അവൻ കാവൽ തേട്ടം നടത്തുവാൻ ഉതകുന്ന ഏറ്റവും വലിയ വാക്കുകളാണ്, ലഫ്ദുകളാണ്, തേട്ടങ്ങളാണ് ഈ അധ്യായങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അതവന്റെ ജീവിതത്തിൽ അവൻ മുറുകെ പിടിച്ചു കൊള്ളട്ടെ എന്ന സന്ദേശമാണ് ഈ ഹദീസുകളിൽ നിന്നെല്ലാം നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, അന്നഹ ഹസ്നുൻ ഹസീനുൻ വഹിർസുൻ മതീനുൻ മിൻ കുല്ലി ശർരിൻ വബലാഇൻ ലിമൻ തഅവ്വദ വതഹസ്സന ബിഹാ, അഥവാ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവൻ സ്വീകരിക്കേണ്ടതായ ഏറ്റവും വലിയ കോട്ട അത് ഈ അധ്യായങ്ങളാണ്. അതേപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ അവന് സംഭവിക്കാനിരിക്കുന്ന എല്ലാ ഷർറുകളിൽ നിന്നും തിന്മകളിൽ നിന്നും അവൻ സ്വീകരിക്കേണ്ട ചുറ്റുമതിൽ അത് ഈ അധ്യായമാണ് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അദ്ദേഹം പറയുകയാണ്, ഖറജ്നാ ഫീ ലൈലത്തിൻ മതറിൻ വദുൽമത്തിൻ ഷദീദിൻ, അഥവാ അതിശക്തമായ മഴയുള്ള വളരെയേറെ ഇരുട്ടുള്ള ഒരു രാവിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞങ്ങൾ ഒരിക്കൽ പുറപ്പെടുകയുണ്ടായി. നത്ലബു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുസല്ലിയ ലനാ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ പ്രവാചകരോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്രകാരം ചെയ്യുകയും ശേഷം ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, അസ്വല്ലൈതും, നിങ്ങൾ പ്രാർത്ഥന ചൊല്ലിയോ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫലം അഖുൽ ശൈഅൻ, ആ സന്ദർഭത്തിൽ ഞങ്ങൾ മൗനം പാലിച്ചിരിക്കുകയും ചെയ്തു. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, കുൽ, പറയൂ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞങ്ങൾ ഒന്നും തിരിച്ചു പറയാതെ അപ്പോഴും മൗനം പാലിക്കുകയാണ്. അപ്പോഴും പ്രവാചകൻ വീണ്ടും ചോദിച്ചു. അപ്പോഴും ഞങ്ങൾ മൗനം പാലിച്ചു. ഇങ്ങനെ 3 തവണ ആവർത്തിച്ചപ്പോൾ ഞാൻ തിരിച്ച് പ്രവാചകരോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ അഖൂൽ, പ്രവാചകരെ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്, ഞാൻ എന്താണ് സ്വലാത്തായി കൊണ്ട് ചൊല്ലേണ്ടത്, ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈൻ, അഥവാ സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസും നീ പാരായണം ചെയ്യുക. ഹീന തുംസി, വൈകുന്നേരമാകുമ്പോഴും, അതേപോലെ തന്നെ വഹീന തുസ്ബിഹ്, രാവിലെയാകുമ്പോഴും നീ അത് പാരായണം ചെയ്യുക, നീ അത് ഓതുക. സലാസ മർറാത്തിൻ, 3 തവണ ഓതുക എന്നാണ്. തക്ഫീക മിൻ കുല്ലി ഷൈഇൻ, എല്ലാവിധ തിന്മകളിൽ നിന്നും നിന്നെ സംരക്ഷിക്കുവാൻ അത് നിനക്ക് മതിയായതാണ് എന്ന് നബി കരീം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് ഏറ്റവും വലിയ സംരക്ഷണ കവചമാണ് ഈ അധ്യായങ്ങൾ രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യുമ്പോൾ ലഭിക്കുന്നത് എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ അന്നഹാ റുഖിയ്യത്തുൻ ലിൽ മരീദ്, അത് രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗിക്കുള്ള ഒരു ശിഫ ആണ്, ഒരു ശമനമാണ് എന്നും അതിലൂടെ മനസ്സിലാക്കാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഇഷ്തക യഖറഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാത് വയൻഫുസ്, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കരങ്ങളിലേക്ക് ഇതിങ്ങനെ ഊതിയ ശേഷം അത് ശരീരത്തിൽ തടവുമായിരുന്നു. ഫലം മസ്തദ്ദ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗം വജഉഹു, ആ വേദന അത് അധികരിക്കുന്ന വേളയിൽ, രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ, കുന്തു അഖറഉ അലൈഹി, ഞാനത് പ്രവാചകർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. വഅംസഹു അൻഹു ബിയദിഹി, പ്രവാചകരുടെ കൈകൾ കൊണ്ട് ഞാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ തടവി കൊടുക്കുകയും ചെയ്യുണ്ടായിരുന്നു. റജാ ബറക്കത്തിഹ, ആ ബറക്കത്ത് തേടിക്കൊണ്ട് ഞാൻ അപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അഥവാ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ രോഗിക്കുള്ള റുഖിയായിക്കൊണ്ട്, ആ രോഗിക്കുള്ള ശിഫ ആയിക്കൊണ്ട് ഈ അധ്യായങ്ങൾ പാരായണം ചെയ്യുക എന്നത് സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇപ്രകാരം ധാരാളക്കണക്കിന് ശ്രേഷ്ഠതകൾ അടങ്ങിയ അധ്യായങ്ങളാണ് സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസും എന്നുള്ള കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ഗുണവിശേഷണങ്ങളെ വിവരിച്ചു തന്നുകൊണ്ട് യഥാർത്ഥവും നിഷ്കളങ്കവുമായ തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം, അത് കഴിഞ്ഞ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. സൂറത്തുൽ ഇഖ്ലാസിൽ തൗഹീദിൽ ശിർക്കിന്റെ യാതൊരുവിധ കലർപ്പും ഉണ്ടാകാൻ പാടില്ല എന്നും എല്ലാ കലർപ്പിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ് എന്നും ഏതെങ്കിലും വിധേന ഒരു വസ്തുവിന് അള്ളാഹുവിനോടുള്ള സാദൃശ്യം കൽപ്പിക്കുക എന്നത് ശിർക്കാണ് എന്നും
അതിൽ നിന്നും വളരെ സ്പഷ്ടമായി നാം മനസ്സിലാക്കുകയും ചെയ്തു. ശിർക്കിന്റെ ഇനങ്ങളിൽ ഏറ്റവും പ്രധാനമായതും കൂടുതൽ പ്രചാരത്തിലുമുള്ള കാര്യം അള്ളാഹുവിന്റെ കഴിവിലും അധികാരാവകാശത്തിലും അല്ലാഹുവല്ലാത്തവർക്കും പങ്കാളിത്തം കൽപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് ശാന്തിയും രക്ഷയും തേടുക എന്ന പ്രവൃത്തിയാണ്. യഥാർത്ഥത്തിൽ ഇത് തൗഹീദിന്റെ നിഷേധികളിൽ നിന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് വേണ്ടത്ര കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരിൽ നിന്നും വിശ്വാസം അടിയുറച്ചിട്ടില്ലാത്തവരിൽ നിന്നുമെല്ലാം ഈ ഒരു പ്രവണത ഉണ്ടാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ബാഹ്യമായ കാര്യകാരണ ബന്ധങ്ങളിലൂടെ അല്ലാഹുവല്ലാത്ത മറ്റു വല്ലവരിൽ അഭയം പ്രാപിക്കുകയോ അവരോട് രക്ഷ തേടുകയോ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പറയാൻ ഒരിക്കലും തന്നെ ഇത് അർത്ഥമാക്കാൻ സാധിക്കുകയില്ല. മറിച്ച് അദൃശ്യവും മനുഷ്യ സാധാരണവുമല്ലാത്തതുമായ മാർഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാത്തവരോട് രക്ഷയ്ക്ക് അപേക്ഷിക്കുക എന്നതാണ് ശിർക്കായിട്ടുള്ളത്. അതാണ് പാടില്ലാത്ത കാര്യം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ സൂറത്തിൽ തൗഹീദ് വളരെ ഭംഗിയായി വിവരിച്ചു തന്ന ശേഷം തുടർന്നുള്ള ഈ 2 സൂറത്തുകളിലും എങ്ങനെയാണ്, ആരോടാണ്, ഏത് പ്രകാരത്തിലാണ്, ഏത് രൂപത്തിലാണ്, ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ശരണവും രക്ഷയും ഒക്കെ തേടേണ്ടത് എന്ന കാര്യം വളരെ വ്യക്തമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ശേഷം നോക്കാം, നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ വചനം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. പ്രവാചകരെ, താങ്കൾ പറയുക, പുലരിയുടെ രക്ഷിതാവിനോട് ഞാനിതാ ശരണം തേടുന്നു, ഞാനിതാ കാവൽ തേടുന്നു. ഖുൽ, പറയുക പ്രവാചകരെ, അഊദു, ഞാൻ കാവൽ തേടുന്നു, ഞാൻ രക്ഷ തേടുന്നു, ശരണം തേടുന്നു, ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ രക്ഷിതാവിനോട് ഞാനിതാ കാവൽ തേടുന്നു എന്നാണ്. ഇവിടെ ഈ വചനത്തിൽ അൽ ഫലഖ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചത് നോക്കുകയാണെങ്കിൽ അതിന്റെ ശരിയായുള്ള അർത്ഥം, സാക്ഷാൽ അർത്ഥം എന്താണെന്നാൽ പിളർത്തുക എന്നാണ്. മറ്റു പല സന്ദർഭങ്ങളിലും ആ ഒരു പദം ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. മണ്ണ് പിളർത്തി ധാന്യം മുളപ്പിക്കുക, അതേപോലെ തന്നെ ധാന്യം പിളർത്തി അതിന്റെ ഉള്ളിലെ മുള അത് പൊട്ടിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക, ഭൂമി പിളർത്തിയിട്ട് ഉറവ് പുറപ്പെടുവിക്കുക, അതേപോലെ തന്നെ ഗർഭാശയം പിളർത്തി ശിശുവിനെ പുറപ്പെടുവിപ്പിക്കുക. ഇത്തരത്തിൽ എല്ലാം തന്നെ ആ ഒരു പദം ഉപയോഗിക്കുന്നതായി കാണുവാൻ സാധിക്കും. ആ രീതിയിൽ രാത്രിയുടെ ഇരുട്ട് അത് പിളർന്ന് അതിൽ നിന്ന് പ്രഭാതത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്ന ആശയത്തിലാണ് അൽ ഫലഖ് എന്നതിന് പുലരി എന്ന് അർത്ഥം വെച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അത് പുലരി എന്ന അർത്ഥത്തിൽ ഒതുക്കി നിർത്താതെ മറ്റു പല അർത്ഥങ്ങളിലേക്കും അതിനെ വ്യാപിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. അൽ ഫലഖ് എന്ന് പറഞ്ഞാൽ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല പറയുന്നു അൽ ഇസ്ബാഹ് എന്നാണ്, അഥവാ പുലരി എന്നാണ് അതിന് പ്രഥമമായി പൊതുവെ അർത്ഥം നൽകി പോരാറുള്ളത്. വയജൂസു അൻ യകൂന അഅമ്മ മിൻ ദാലിക, എന്നാൽ അത് അവിടെ ഒതുക്കി നിർത്താതെ അത് പൊതുവൽക്കരിക്കുകയാണ് അതിന്റെ ശരിയായ രീതി എന്നാണ്. അന്നൽ ഫലക കുല്ലു മാ യഫ്ലഖുഹു അല്ലാഹു തആല മിനൽ ഇസ്ബാഹി വൻ നവാം വൽ ഹബ്ബ്, അഥവാ നേരത്തെ പറഞ്ഞതുപോലെ മുള പൊട്ടിക്കുക, അതേപോലെ തന്നെ മണ്ണ് പിളർത്തി ധാന്യം മുളപ്പിക്കുക എന്നുള്ള രീതിയിലെല്ലാം അതിന്റെ അർത്ഥത്തെ വ്യാപിപ്പിക്കുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ അൻആമിലെ 95, 96 വചനങ്ങളിൽ അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചതായി കാണാം. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വൻ നവാ, അല്ലാഹു സുബ്ഹാനഹു വതആല ധാന്യത്തെയും മുളയെയുമെല്ലാം പൊട്ടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നവനാണ് ഫാലിഖ് എന്ന് പ്രയോഗിച്ചതായി കാണാം. അതേപോലെ തന്നെ ശേഷം 96-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു ഫാലിഖുൽ ഇസ്ബാഹ്, പുലരിയെ പിളർത്തിക്കൊണ്ടുവന്നവനാണ്, പുറപ്പെടുവിച്ചവനാണ് എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഫലക്ക് എന്നതുകൊണ്ടുള്ള വിവക്ഷ രണ്ടിൽ ഏതായാലും ശരി അതിന്റെ കർത്താവ് ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെയാണ് എന്ന കാര്യം നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശരണവും രക്ഷയുമെല്ലാം തേടേണ്ടത് ആ രക്ഷിതാവിനോടായിരിക്കണം, ആ റബ്ബ് സുബ്ഹാനഹു വതആലയോടായിരിക്കണമെന്ന തേട്ടമാണ് ഈ വചനം നമുക്ക് പകർന്നു നൽകുന്നത്. ആ രീതിയിൽ ആരോടാണ് രക്ഷയും ശരണവുമെല്ലാം തേടേണ്ടത് എന്ന കാര്യം 1-ാം വചനത്തിൽ വളരെ വ്യക്തമായി പരാമർശിച്ച ശേഷം ഇനി എന്തിൽ നിന്നൊക്കെയാണ് രക്ഷ തേടേണ്ടത് എന്ന കാര്യം ശേഷമുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വ്യക്തമാക്കി തരുന്നു. 2-ാമത്തെ വചനം മിൻ ശർരി മാ ഖലഖ്, അഥവാ അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ കെടുതിയിൽ നിന്നെല്ലാം ഞാൻ ഇതാ കാവൽ തേടുന്നു എന്നാണ്. അഥവാ ഐ മിൻ ശർരി ജമീഇൽ മഖ്ലൂഖാത്ത്, എല്ലാ സൃഷ്ടികളുടെ കെടുതിയിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു എന്നാണ്. ഹത്താ മിൻ ശർരി നഫ്സിക്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ ഷർറിൽ നിന്ന് പോലും നാം റബ്ബിനോട് കാവൽ തേടുന്നു എന്ന ആശയം
അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ്. കാരണം ഒരു മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ആ ശരീരം മനുഷ്യനെ തിന്മയിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. അത് മനുഷ്യന്റെ ഷെറാണ്, ശരീരത്തിന്റെ ഷെറാണ്, തിന്മയാണ്. ആ തിന്മയിൽ നിന്നും അവൻ അതിൽ നിന്നും കാവൽ തേടേണ്ടതുണ്ട് എന്നാണ്. അപ്പം ഫഇദാ ഖുൽത, നീ ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ, മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചു വെച്ചതായ സകല സൃഷ്ടികളിൽ നിന്നും ഞാനിതാ കാവൽ തേടുന്നു, അതിന്റെ കെടുതിയിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ, ഫഅവ്വലു മാ യദ്ഖുലു ഫീഹി നഫ്സുക, അതിലാദ്യം കേറുന്നത് നിന്റെ ശരീരം തന്നെയാണ്. നിന്റെ ശരീരത്തിന്റെ കെടുതിയിൽ നിന്നുമുള്ള കാവൽ തേട്ടമാണ് ആദ്യം അതിൽ കയറി വരുന്നത് എന്നാണ്. അപ്പോൾ അതിന് അങ്ങനെ ഒരു അർത്ഥവും ആശയവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുതുബത്തുൽ ഹാജയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന. നമ്മളൊക്കെ ഖുതുബയിൽ കേൾക്കാറുണ്ട്, നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന, അഥവാ നമ്മുടെ ശരീരത്തിന്റെ ഷർറുകൾ, നമ്മുടെ നഫ്സിന്റെ തേട്ടങ്ങൾ അല്ലെങ്കിൽ കെടുതികൾ, ആ കെടുതികളിൽ നിന്നും അള്ളാഹുവിനോട് ഞാനിതാ കാവൽ തേടുന്നു എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട്, ഖുതുബയിൽ നമ്മൾ കേൾക്കാറുണ്ട്. അത് ആവശ്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നഫ്സിന്റെ കെടുതികളിൽ നിന്നും അവൻ കാവൽ തേടേണ്ടതുണ്ട് എന്നാണ്. അതേപോലെ തന്നെ മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുമ്പോൾ അതിൽ യശ്മുലു ശയാത്തീനുൽ ഇൻസ് വൽ ജിന്ന് വൽ ഹവാബ് വഗൈറ ദാലിക്, പിശാചുക്കളാകട്ടെ ജിന്നുകളാകട്ടെ മനുഷ്യന്മാരിലെ തന്നെ കെടുതികൾ ഉണ്ടാക്കുന്ന ആളുകളാകട്ടെ എല്ലാവരിൽ നിന്നും മറ്റു സകല സൃഷ്ടികളിൽ നിന്നും എല്ലാം തന്നെ അവകളുടെ ഷർറുകളിൽ നിന്നും ഞാനിതാ കാവൽ തേടുന്നു എന്ന ആശയം അതിലുണ്ടായിരിക്കും എന്നാണ്. ശേഷം മൂന്നാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഇരുളടയുമ്പോഴുള്ള രാത്രിയുടെ കെടുതികളിൽ നിന്നും ഞാനിതാ കാവൽ തേടുന്നു. വമിൻ ശർരി ഗാസിഖിൻ, രാത്രിയുടെ കെടുതിയിൽ നിന്നും ഞാനിതാ കാവൽ തേടുന്നു. ഇദാ വഖബ, അത് ഇരുളടയുമ്പോൾ. ഇവിടെ ഈ വചനത്തിൽ ഗാസിഖ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അത് രാത്രിയാണെന്നും ചന്ദ്രനാണെന്നൊക്കെ കാണുവാൻ സാധിക്കും. ചുരുക്കത്തിൽ ആ ഒരു ഇരുളടയുന്ന വേളയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആപത്തുകൾ സംഭവിക്കാനുള്ള സാധ്യത അത് പകലിനെ അപേക്ഷിച്ച് പകലിനേക്കാൾ കൂടുതൽ രാത്രിയിലായിരിക്കുമെന്നത് നമുക്കറിയാം. പകൽ സമയത്ത് എവിടെ പോകാനും ഭയമില്ലാത്ത ആളുകൾക്ക് പോലും രാത്രിയിൽ പുറത്തിറങ്ങി വിഹരിക്കാൻ ഒരു പക്ഷേ പേടി തോന്നും. എന്നാൽ എനിക്കൊരു പേടിയുമില്ല എന്ന് ദുരഭിമാനം നടിച്ചുകൊണ്ട് വെളിച്ചമോ മറ്റു മുൻകരുതലുകളോ ഒന്നുമില്ലാതെ രാത്രിയിൽ സഞ്ചരിക്കുന്ന പല ആളുകൾക്കും അപ്രതീക്ഷിതമായ ആപത്തുകൾ ഓർക്കാപ്പുറത്ത് നേരിടുന്നത് ദുർബലമായ കാര്യമല്ല. വാസ്തവത്തിൽ ആ ഒരു പേടിയില്ലായ്മ അത് ധീരതയല്ല, മറിച്ചത് തന്റേടമില്ലായ്മയും പക്വതയില്ലായ്മയുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാത്രിയുടെ മാത്രമല്ല, മറിച്ച് ഈ സൂറത്തിലും അടുത്ത സൂറത്തിലുമായി അല്ലാഹു സുബ്ഹാനഹു തആല തുടർന്ന് പറയുന്ന മറ്റു കാര്യങ്ങളുടെയും കെടുതികളിൽ നിന്നും രക്ഷ തേടുവാൻ കൽപ്പിച്ചതിൽ നിന്നുമൊക്കെ അവ ഓരോന്നിനാലും ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകൾ അത് ഭൗതികമാകട്ടെ അല്ലെങ്കിൽ ധാർമ്മികമാകട്ടെ എങ്ങനെയുള്ളതായാലും അത് വമ്പിച്ചതായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല ഈ രീതിയിൽ നാം കാവൽ തേടേണ്ടതായ കാര്യങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയുന്നു. നാലാമത്തെ വചനത്തിൽ വമിൻ ശർരിൻ നഫ്ഫാസാത്തി ഫിൽ ഉഖദ്, അഥവാ കെട്ടുകളിൽ ഓതുന്ന സ്ത്രീകളുടെ കെടുതിയിൽ നിന്നും ഞാനിതാ കാവൽ തേടുന്നു. വമിൻ ശർരിൻ നഫ്ഫാസാത്ത്, ഊതുന്നവരായ സ്ത്രീകളിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. ഫിൽ ഉഖദ്, കെട്ടുകളിൽ. അപ്പൊ നഫ്ഫാസാത്ത് ഫിൽ ഉഖദ് എന്ന് പറഞ്ഞാൽ കെട്ടുകളിൽ ഊതുന്നവരായ സ്ത്രീകൾ. യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് സാഹിര്യങ്ങളെയാണ്, അല്ലെങ്കിൽ മാരണം ചെയ്യുന്ന ആളുകളെയാണ്. യഅ്ഖിദ്നൽ ഹിബാല വഗൈരിഹാ, ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ളയാണ് പറയുന്നത്. അഥവാ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കയറെടുത്ത് അല്ലെങ്കിൽ ഒരു നൂലെടുത്ത് കെട്ടുകയും അതേപോലെ തന്നെ വതൻഫുസു ബിഖിറാഅത്തിൻ മുതൽസമത്തിൻ ഫീഹാ അസ്മാ ശയാത്തിൻ അലാ ഹാദിഹിൽ ഉഖദ്, ആ കെട്ടുകളിൽ പിശാചുക്കളുടെ പേരുകൾ രേഖപ്പെടുത്തുകയും അതിലെന്തൊക്കെയോ മന്ത്രിക്കുകയും ഒക്കെ ചെയ്ത് എന്തൊക്കെയോ ഓതി എന്നതിന് ശേഷം അതിൽ ഊതുകയും ചെയ്യുകയാണ്. അലാ കുല്ലി ഉഖദത്തിൻ, അങ്ങനെ 2-3 കെട്ടുകളൊക്കെ കെട്ടുവെച്ച് ആ കെട്ടുകൾ കരങ്ങളിലും മറ്റു ശരീരാവയവങ്ങളിലും ഒക്കെ ബന്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അങ്ങനെ കെട്ടുകയും എന്നിട്ട് അതിൽ ഊതുകയും അടുത്ത കെട്ടിടുകയും എന്നിട്ട് വീണ്ടും അതിൽ ഊതുകയും ഒക്കെ ചെയ്യുകയും അങ്ങനെ ചെയ്യുന്ന ആ സാഹചര്യങ്ങളായുള്ള മാരണക്കാരായുള്ള ആളുകൾ എന്നിട്ട് അവർ സ്വന്തം ശരീരം കൊണ്ട് തന്നെ വേണ്ടാത്തരങ്ങൾ ചെയ്യുകയും പിശാചിന് സംതൃപ്തമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും എന്നിട്ട് അത് മുഖേന മറ്റുള്ള വ്യക്തികളിൽ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ
താല്പര്യപ്പെടുകയും ചെയ്യുന്നവർ അഥവാ സിഹർ ചെയ്യപ്പെടുന്ന ആ മാരണം ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ ഒരു പക്ഷേ ഇത് മുഖേന വല്ല ചെറിയ പ്രയാസങ്ങളും അയാൾക്ക് നേരിടേണ്ടി വന്നേക്കാം എന്നാണ്. അപ്പോൾ ഈ സിഹറിന് സ്വാധീനമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു പക്ഷേ സ്വാധീനമുണ്ടായേക്കാം. പിശാചുക്കളുടെ ഇടപെടലുകൾ മൂലമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മൂലം ആ സിഹറിന് ഒരു പക്ഷേ സ്വാധീനമുണ്ടായേക്കാം. എന്നാൽ അത് ചെയ്യുന്നത് വൻ ശിർക്കായി കൊണ്ട് തന്നെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ വചനത്തിൽ നഫാസാത്തി എന്ന് പ്രയോഗിച്ചത് ഇത് വ്യാകരണ നിയമപ്രകാരം സ്ത്രീലിംഗ രൂപത്തിലായതിനാൽ ഇത് സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണെന്നും അതേപോലെ തന്നെ അവരുടേതായ ചില തലയണ മന്ത്രങ്ങളെ ആക്ഷേപിച്ചതാണെന്നൊക്കെ ചില വ്യാഖ്യാനങ്ങൾ കാണുവാൻ സാധിക്കും. എന്നാൽ ഇത് അപ്രകാരം ഒതുക്കി നിർത്താൻ കഴിയുന്ന രീതിയിൽ സ്ത്രീകളുടെ ചില തലയണ മന്ത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില നിസ്സാര കാര്യങ്ങളിലേക്ക് ഒതുക്കി നിർത്താൻ മാത്രമുള്ള രൂപത്തിലല്ല അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് മൊത്തത്തിൽ ഈ ദുഷ്പ്രവർത്തി ചെയ്യുന്ന എല്ലാവരെയും സൂചിപ്പിച്ചുകൊണ്ടാണ് പരാമർശിതമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നഫാസാത്ത് എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ട് സ്ത്രീ രൂപത്തിൽ പ്രയോഗിച്ചു എന്നതിന് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ നൽകുന്ന വിശദീകരണം നമുക്ക് കാണാം. യഅനി അൽ അൻഫുസൻ നഫാസാത്ത്, അഥവാ കെട്ടുകളിൽ ഓതുന്നവരായ ആത്മാക്കൾ എന്ന രീതിയിലായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു തആല അപ്രകാരം പ്രയോഗിച്ചിട്ടുള്ളത്. ഇബ്നു കസീറിലും മറ്റു പ്രമുഖ തഫ്സീറുകളിലും ആ ഒരു വിശദീകരണം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഫയസ്മുൽ റിജാൽ വൻ നിസാ, സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ ആരായാലും ഈ ചെയ്ത്ത് ചെയ്യുന്ന ആരാണെങ്കിലും സിഹർ ചെയ്യുന്ന മാരണം ചെയ്യുന്ന അത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ആരായാലും ഈ പരിധിയിൽ ഉൾപ്പെടുന്നതായിരിക്കും എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ദുർമന്ത്രവാദികളുടെയും പിശാചിന് അടിമപ്പെടുന്നവരുടെയും കുതന്ത്രങ്ങളിൽ നിന്നും റബ്ബിനോട് കാവൽ തേടുന്നതായിക്കൊണ്ടാണ് ഈ വചനത്തെ നാം മനസ്സിലാക്കേണ്ടത്. സിഹറുകാരെ കൊണ്ടും മന്ത്രവാദക്കാരെ കൊണ്ടുമൊക്കെ ഉണ്ടാകുന്ന ദോഷങ്ങളും അവർ നടത്തുന്ന പൈശാചിക പ്രവർത്തനങ്ങളും നമുക്കിടയിൽ വളരെ സുപരിചിതമാണ്. രോഗം മാറ്റുവാനും അതേപോലെ തന്നെ ഭാഗ്യം സിദ്ധിക്കുവാനും മറ്റുള്ള ആർക്കെങ്കിലുമൊക്കെ ആപത്ത് നേരിടുവാനും തമ്മിൽ പിണക്കമുണ്ടാക്കുവാനും അങ്ങനെ പലതിന്റെ പേരിലും ഹോമവും ജപവും മുട്ടറുക്കലും അതേപോലെ ഉറുക്കുകെട്ടലും മന്ത്രം ചൊല്ലലും ജ്യോത്സ്യവും അങ്ങനെ തുടങ്ങി പല രൂപത്തിലുള്ള കോപ്രായത്തങ്ങളും കാട്ടിക്കൊണ്ട് ഇത്തരക്കാർ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. അസ്മാഇന്റെ പണിക്കാർ അല്ലെങ്കിൽ തൊൽസമാത്തുകാർ എന്നിങ്ങനെയൊക്കെയുള്ള അറബി പേരുകളിൽ അറിയപ്പെടുന്നവരും നമ്മുടെ ഇടയിൽ, നമ്മുടെ ചില ആളുകൾക്കിടയിൽ കാണുവാൻ സാധിക്കും. ഇവർ തങ്ങളുടെ മന്ത്രതന്ത്രങ്ങളിൽ ചില വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളും ദിക്റുകളും അത്തരത്തിലുള്ള ചില പ്രയോഗങ്ങളും ചില ആയത്തുകളും ഒക്കെ ഉൾപ്പെടുത്തുന്നതായി കാണാം. ചില സൂറത്തുകൾ പോലും അവർ ഓതുന്നതായി കൊണ്ടുമൊക്കെ കാണുവാൻ സാധിക്കും. അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയാൻ അവർക്ക് എളുപ്പമായിരിക്കും. അതേ രൂപത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ആ മന്ത്രതന്ത്രങ്ങൾക്കിടയിൽ പരാമർശിക്കപ്പെടുന്ന ചില വാക്കുകൾ, അജ്ഞാതമായ ഏതെങ്കിലും ചില പേരുകളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായി കാണാം. അർത്ഥം ഗ്രാഹ്യമല്ലാത്ത ചില വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് മറ്റുള്ള ആളുകളെ പറ്റിക്കുന്ന രീതിയും അവർക്കിടയിൽ കാണുവാൻ സാധിക്കും. പിശാചിനെ സേവിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ചില മുസ്ലിം നാമധാരികൾ പോലും ഇത്തരത്തിലുള്ള പുറപ്പാടുകളിൽ ഉൾപ്പെട്ടതായി കാണുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ചില മുസ്ലിം നാമധാരികളായ അവിശ്വാസികൾ തങ്ങളുടെ പൂജാകർമ്മങ്ങളിൽ ചിലപ്പോൾ സൂറത്തു യാസീൻ പോലെയുള്ള സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസും പോലെയുള്ള അധ്യായങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ മറ്റു ഭാഗങ്ങൾ ഒക്കെ പാരായണം ചെയ്യുന്നതായും അതേപോലെ തന്നെ തൗഹീദിന്റെ കലിമയും മറ്റുമൊക്കെ ഉരുവിട്ടുകൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള പാവപ്പെട്ട സാധാരണക്കാരെ വഞ്ചിക്കുവാൻ വേണ്ടി പിശാച് ആസൂത്രണം ചെയ്യുന്ന അതിസമർത്ഥമായ പകിട്ട് വിദ്യകളാണിതൊക്കെയെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവും അവന്റെ റസൂലും നിർദ്ദേശിച്ചും അനുവദിച്ചും തന്നിട്ടില്ലാത്ത എല്ലാ മന്ത്രതന്ത്രങ്ങളും തെറ്റാണെന്നും അതുമൂലം ഏർപ്പെടാവുന്ന കെടുതികൾ വളരെ വലുതുമാകുന്നു എന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിൽ മന്ത്രമേ ഇല്ല എന്നും എല്ലാ മന്ത്രവും അന്ധവിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്തതാണ് എന്നിങ്ങനെയുള്ള ചില ചിന്താഗതിക്കാരെയും നമുക്കിടയിൽ കാണുവാൻ സാധിക്കും. അത്തരത്തിൽ അഭിപ്രായപ്പെടുന്നവരെയും നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ഇതും
തീർത്തും തെറ്റായ കാര്യമാണ്, തെറ്റായ വാദമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തികളിൽ നിന്നും അധ്യാപനങ്ങളിൽ നിന്നും ചില പ്രാർത്ഥനകളും ചില തേട്ടങ്ങളും ഒക്കെ മന്ത്രങ്ങളായും തന്ത്രങ്ങളായും സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. അത് അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രവർത്തിവൽക്കരിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന്റെ ഫലമുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയും വേണം. അതേപോലെ തന്നെ സിഹറിന് യാഥാർത്ഥ്യമില്ല എന്നും ഗുണമായോ ദോഷമായോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹറും തന്നെ ഇല്ല, അത് കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹർ എന്നുള്ളത്, അങ്ങനെയുള്ള ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴും സമൂഹത്തിൽ കാണുവാൻ സാധിക്കും. ഇതും തെറ്റായ കാര്യമാണ്. സിഹർ ഉണ്ട്, അതിന് അനന്തരഫലങ്ങളും സാധ്യമാണ്. പക്ഷേ അത് ചെയ്യുക എന്നത് തീർത്തും തെറ്റാണ് എന്ന വിശ്വാസമാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം എന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ ആ സിഹറിനാകട്ടെ വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുവാനോ പുതിയ വസ്തുക്കൾക്ക് യാഥാർത്ഥ്യം നൽകുകയോ അല്ലെങ്കിൽ അതിന് പുനർരൂപം ചിത്രീകരിക്കുവാനോ ഒന്നും തന്നെ സാധ്യമല്ല എങ്കിലും മനുഷ്യന്റെ മനസ്സിലും കാഴ്ച കേൾവി മുതലായവയിലും വഞ്ചനാപരമായ മാറ്റമുണ്ടാക്കി ഉപദ്രവം ചെയ്യുവാൻ സിഹർ കാരണമാകും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജനങ്ങൾക്കിടയിൽ പിണക്കവും വഴക്കും ഉണ്ടാക്കുവാനും ചില മനുഷ്യ പിശാചുക്കളിൽ ദിവ്യത്വവും അസാധാരണവുമായ കഴിവും ഉള്ളതായി തെറ്റിദ്ധരിപ്പിക്കുവാനും അങ്ങനെ തുടങ്ങി പല നാശങ്ങൾക്കും അതിന് സ്വാധീനമുണ്ടാക്കുവാൻ സാധിക്കും എന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ മനുഷ്യനെ മൃഗമാക്കുക, അതേപോലെ തന്നെ കല്ല് സ്വർണമാക്കി മാറ്റുക, അങ്ങനെയുള്ള കഴിവുകൾ ഉള്ള ഒരു രൂപത്തെ മാറ്റി അത് മറ്റൊരു വസ്തുവാക്കി മാറ്റുവാൻ ഒരിക്കലും തന്നെ സിഹറിന് സാധിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്നും മറ്റുള്ള ആളുകൾ ചെയ്യുന്ന ഈ വക കോപ്രായത്തങ്ങളിൽ നിന്നും കാവൽ തേടുവാനുള്ള ആഹ്വാനമാണ് ഈ വചനത്തിലുള്ളത് എന്ന് നാം തിരിച്ചറിയുക. ശേഷം 5-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന കാര്യം വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അഥവാ അസൂയപ്പെടുമ്പോൾ അതിന്റെ കെടുതിയിൽ നിന്നും ഞാൻ റബ്ബിനോട് കാവൽ തേടുന്നു എന്ന. വമിൻ ശർരി ഹാസിദിൻ, അസൂയാലുവിന്റെ കെടുതിയിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. ഇദാ ഹസദ്, അവൻ അസൂയ വെക്കുമ്പോൾ. മറ്റുള്ള ആളുകൾക്ക് വല്ല നന്മയും കൈവരിക്കുന്നതിലുള്ള അതൃപ്തിയാണ് യഥാർത്ഥത്തിൽ അസൂയ എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ നന്മ മൂലം തനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എങ്കിലും അസൂയക്കാരൻ അത് സഹിക്കാൻ കഴിയുകയില്ല. മറ്റുള്ളവർക്ക് നന്മ കിട്ടുന്നത് അവന് സഹിക്കാൻ പറ്റൂല. അങ്ങനെ അവൻ അവർക്ക് തുരങ്കം വെക്കുവാനും അവരെ അബദ്ധത്തിൽ ചാടിക്കുവാനും തന്നാലാകുന്ന കുതന്ത്രങ്ങളും ശ്രമങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കും. സമനിലക്കാരെന്ന് കരുതപ്പെടുന്നവർ തമ്മിലാണ് അസൂയക്ക് കൂടുതൽ സ്ഥാനമുണ്ടാകുക. സാധാരണക്കാരെ അപേക്ഷിച്ച് യോഗ്യതയും സ്ഥാനമാനമുള്ളവർക്കിടയിലും ഇത്തരത്തിൽ കൂടുതലായി അസൂയ എന്ന ദുസ്വഭാവം കാണപ്പെടുന്നതായി കാണാം. ഭൗതികപരമായ നന്മകളിൽ മാത്രമല്ല, മറിച്ച് മതപരവും പാരത്രികവുമായ കാര്യങ്ങളിലും അസൂയ ഉണ്ടാകാറുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കാര്യങ്ങളിൽ അസൂയ വെക്കാൻ അല്ലാഹുവിന്റെ റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം അനുമതി നൽകിയതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ ഹസദ ഇല്ലാ ഫിസ്നതൈൻ, 2 കാര്യങ്ങളിൽ അസൂയ ഇല്ല. അഥവാ അസൂയ വെച്ചാൽ അത് അസൂയയായിക്കൊണ്ട് മോശമായ തിന്മയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പരിഗണിക്കുകയില്ല. ഒന്നാമത്തേത് റജുലുൻ ആതാഹുല്ലാഹു മാലൻ, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യന് സമ്പത്ത് നൽകി. ഫസുല്ലിത അലാ ഹലകതിഹി ഫിൽ ഹഖ്, എന്നാൽ ആ മനുഷ്യൻ ആ സമ്പത്ത് ഹക്കിന് വേണ്ടി ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയാണ്. ആ മനുഷ്യനോട് അസൂയ വെക്കാം. അതേപോലെ തന്നെ വറജുലുൻ ആതാഹുല്ലാഹുൽ ഹിക്മ, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യന് ഹിക്മത്ത് നൽകി, നല്ല തത്വജ്ഞാനം നൽകി, മതപരമായുള്ള നല്ല അറിവ് നൽകി. ഫഹുവ യഖ്ദി ബിഹാ വയുഅല്ലിമുഹാ, അവൻ അത് വെച്ചുകൊണ്ട് വിധി നടപ്പാക്കുകയും അതേപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെയുള്ള മനുഷ്യനോട് അസൂയ വെക്കാം. അത് രണ്ടും അസൂയയായി കൊണ്ട് കണക്കാക്കപ്പെടുകയില്ല എന്നാണ്. ഇതല്ലാത്തതായ മറ്റുള്ള എല്ലാ അസൂയകളും അത് മോശമായ സ്വഭാവമായി കൊണ്ടാണ് മതം നമ്മെ പഠിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നും നാം മാറി നിൽക്കേണ്ടതുണ്ട്. വ്യക്തികൾ തമ്മിൽ എന്ന പോലെ തന്നെ സമൂഹങ്ങളും സമുദായങ്ങളും രാഷ്ട്രങ്ങളും തമ്മിൽ അസൂയ അവർക്കിടയിൽ പിടിപെടുവാൻ സാധ്യതയുണ്ട് എന്നാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരന്മാർ അദ്ദേഹത്തെ കിണറ്റിലിട്ടതും അതേപോലെ തന്നെ നീണ്ട കാലം അക്ഷമയോടെ തങ്ങൾ കാത്തുകൊണ്ടിരുന്ന പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം അറബികളിൽപ്പെട്ട ആളാണ് എന്ന കാരണത്താൽ വേദക്കാർ ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറിയതുമൊക്കെ അസൂയയുടെ അനന്തരഫലമാണ് എന്ന് നാം മറന്നു പോകുവാൻ പാടില്ല. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നും നാം വിട്ടുനിൽക്കേണ്ടതുണ്ട്. അസൂയ നിമിത്തം നേരിടുന്ന ആപത്തുകൾ
അതിഭയാനകരമാണ് എന്ന് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരലോകം പൂർണ്ണമായി നഷ്ടപ്പെടുവാൻ അത് കാരണമാകുമെന്നതിനാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള അസൂയയിൽ നിന്നും അസൂയ വെക്കുന്നവരിൽ നിന്നുമെല്ലാം കാവൽ തേടുവാൻ ഈ അധ്യായത്തിൽ നമ്മെ ഉണർത്തുകയാണ്. ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നതായ ഈ അധ്യായത്തിൽ കാവൽ തേടുവാൻ ഉണർത്തിയതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നാം ശ്രദ്ധിക്കുക. നിരന്തരം കാവൽ തേട്ടങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് നാം ഉണ്ടാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.